ആടുജീവിതം വലിയ സ്വീകാര്യത നേടിക്കൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കയ്യടി നേടുന്നത് സംവിധായകൻ ബ്ലെസ്സി തന്നെയാണ്. നീണ്ട 16 വർഷത്തെ പ്രയത്നത്തിൻ്റെ ഫലം കൂടിയാണ് ആടുജീവിതത്തിൻ്റെ വിജയം. പത്മരാജൻ അടക്കം മലയാളത്തിലെ മുതിർന്ന സംവിധായകരുടെ കൂടെ സഹസംവിധായകനായി 18 വർഷത്തോളം പ്രവർത്തിച്ച ശേഷമാണ് ബ്ലെസ്സി സ്വതന്ത്ര സംവിധായകനാകുന്നത്. സംവിധായകൻ ബ്ലെസ്സിയുടെ ആദ്യ സിനിമ കൂടിയായിരുന്നു മമ്മൂട്ടി നായകനായി 2004 പുറത്തിറങ്ങിയ കാഴ്ച. 2001 ഗുജറാത്ത് ഭൂകമ്പത്തെ ആസ്പദമാക്കി എടുത്ത ചിത്രം ഒരുപാട് പ്രേക്ഷക നിരൂപക പ്രശംസകൾ ഏറ്റുവാങ്ങിയിരുന്നു. ഇപ്പോഴിതാ ബ്ലെസ്സിയെക്കുറിച്ച് മമ്മൂട്ടി മുൻപൊരിക്കൽ പറഞ്ഞ വാക്കുകളാണ് സിനിമാ ലോകത്തെ പ്രധാന ചർച്ച. താൻ ആദ്യമായി ബ്ലെസ്സിയെ കാണുന്നത് നൊമ്പരത്തിപ്പൂവ് എന്ന സിനിമയുടെ ലൊക്കേഷനിലാണെന്നും ബ്ലെസ്സിയുടെ ഭാഗത്തുനിന്നുമുണ്ടായ ചെറിയ ഒരു പിഴവിന് താൻ ബ്ലെസ്സിയെ വഴക്ക് പറഞ്ഞെന്നും അതുകേട്ട് ബ്ലെസ്സി കരഞ്ഞെന്നും മമ്മൂട്ടി ഓർത്തെടുക്കുന്നു. ഞാൻ ആദ്യമായി ബ്ലെസ്സിയെ കാണുന്നത് പത്മരാജൻ്റെ നൊമ്പരത്തിപ്പൂവിൻ്റെ സെറ്റിൽ വെച്ചാണ്. അന്ന് ബ്ലെസ്സി അസിസ്റ്റൻ്റ് ആയിരുന്നു. ഒരു ഷോട്ട് എടുക്കുന്നതിന് മുൻപ് ബ്ലെസ്സി ക്ലാപ്പ് ബോർഡിൽ അടിച്ചപ്പോൾ അതിലെ ചോക്കുപൊടി എൻ്റെ കണ്ണിൽ പോയി. എനിക്ക് അഭിനയിക്കാൻ പറ്റാതെ വന്നു. ഞാൻ അന്ന് ചെറുതായി ദേഷ്യപ്പെട്ടപ്പോൾ ബ്ലെസ്സി കരഞ്ഞുപോയി. പിന്നീടും നിരവധി സിനിമകൾക്ക് അസിസ്റ്റൻ്റായ ശേഷം ബ്ലെസ്സി എന്നോട് കഥ പറയാൻ വന്നു. കാഴ്ച എന്ന സിനിമയുടെ കഥ. ആ സമയത്ത് ശ്രീനിവാസനെ കൊണ്ടോ ലോഹിതദാസിനെ കൊണ്ടോ അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിക്കാനായിരുന്നു ഉദ്ദേശിച്ചത്. വേറെ ആരെയും നോക്കണ്ട, താൻ തന്നെ എഴുതി നോക്ക് എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് ബ്ലെസ്സി ആ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതി. പിന്നീട് ഒരിക്കൽ ബ്ലെസ്സി എന്നോട് പറഞ്ഞത് അയാളുടെ മനസ്സിലുണ്ടായിരുന്നത് ആദ്യത്തെ കഥയായ തന്മാത്രയായിരുന്നു എന്നാണ്. എൻ്റെ ഭാഗ്യം കൊണ്ടോ കാഴ്ച എന്ന സിനിമയുടെ ഭാഗ്യം കൊണ്ടോ ബ്ലെസ്സിയുടെ ആദ്യ സിനിമയിൽ അഭിനയിക്കാനുള്ള നിമിത്തം എന്നിലേക്ക് വന്നു ചേർന്നു എന്നാണ് ഒരു പ്രോഗ്രാമിൽ വെച്ച് മമ്മൂട്ടി പറഞ്ഞത്.